Good morning, all. ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? മിസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ മിസ് എടുത്തോണ്ടിരുന്നത് അല്ലെ? 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? മിസ് ലാസ്റ്റ് ഇത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ? പറഞ്ഞോ? ഇതാണ് ഓർമ്മയില്ലേ? ലാസ്റ്റത്തെ കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. മിസ് അത് പറഞ്ഞോ? ഓർമ്മയുണ്ടോ ആവണി? ഇല്ല അല്ലെ? ഓക്കെ, ബാക്കിയൊക്കെ ക്ലിയർ അല്ലേ? ബാക്കി 31 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓക്കെ അല്ലേ? അത് പറഞ്ഞിട്ട് ബാക്കി എടുക്കാം കേട്ടോ മിസ്. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ് എന്താണെന്ന് DD വരെ എടുത്തോളോ? suitable handovers during shift change. മിസ് അത് എടുത്തില്ലേ? സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. എന്താണ് നമുക്ക് അറിയാം അല്ലെ? ഹോസ്പിറ്റലിൽ ഡേയും നൈറ്റും ഡ്യൂട്ടി ഷിഫ്റ്റ് വരുന്നുണ്ട് അല്ലെ? ഡേ നിൽക്കുന്നവർ എന്ത് ചെയ്യും? ഒരു 6 മണി 5:30 6 മണി ആകുമ്പോഴേക്കിനും അവർ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് പോകും അല്ലെ? അപ്പൊ ആ ഒരു പോകുന്ന സമയത്ത് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നെക്സ്റ്റ് ഡ്യൂട്ടിക്ക് കയറുന്നവർക്ക് ഇപ്പൊ കൊടുക്കണ്ടേ? ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും അല്ലെ? ആ പേഷ്യൻസിന് ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ? ആ പേഷ്യന്റിന് ഏതൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് ഓവേഴ്സ് നടക്കാതിരിക്കുക, ഡോക്ടേഴ്സിന്റെ ഇടയിലാണെങ്കിലും നഴ്സുമാരുടെ ഇടയിലാണെങ്കിലും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്ന സമയത്ത് ക്യാപിറ്റൽസ് അല്ലെ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും എറേഴ്സ് വരിക. ഇപ്പൊ നമ്മുടെ പാരസെറ്റാമോള് ഷോർട്ടായിട്ട് അബ്രിവേഷൻ രീതിയിൽ PCM നേടും പാരസെറ്റാമോൾ. അപ്പൊ ആ ഒരു സിക്ക് പകരം വേറെ B ആയിക്കഴിഞ്ഞാൽ എന്താണ്? മരുന്ന് മാറിയില്ലേ? ആണോ? മാറിയോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നിന്റെ ഏതെങ്കിലും ഒരു ലെറ്റർ മാറിയാൽ മതി അല്ലേ? ചിലപ്പോ അത് വേറെ ഏതെങ്കിലും അസുഖത്തിന് യൂസ് ചെയ്യുന്ന മരുന്നുകളായിരിക്കാം അല്ലെ? അപ്പൊ ആ ഒരു ക്യാപിറ്റൽസ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് ഡോക്ടേഴ്സ് ക്യാപിറ്റൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ട് കംപ്ലൈൻസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫോർത്ത്, നമ്മുടെ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള രേഖകളാണ് അല്ലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം മാനുവൽസ് പഠിച്ചു, പിന്നെ ഏതൊക്കെ കമ്മിറ്റീസ് ആണ് വേണ്ടതെന്ന് പഠിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ 32 നിർബന്ധമായിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. നാലാമത് വരുന്നത് സൈനേജ് ബൈലിംഗൽ ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മ എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ അവകാശങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും കുറെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? സ്കാനിങ് ചെല്ലും, ആ ഒരു സ്കാനിങ് സെക്ഷനിൽ ഉണ്ടാവും, ലേബർ റൂമിന്റെ അവിടെ ഉണ്ടാവും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേഷ്യന്റിന്റെ അപ്പൊ അതെന്ത് 2 ഭാഷയില്, ഇംഗ്ലീഷിലും മലയാളത്തിലും 2 ഭാഷയില് അങ്ങനെയുള്ള സൈനേജുകള് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ് അല്ലെ? നമുക്ക് സ്റ്റാഫുകൾക്ക് എന്താണ് അവരുടെ സ്കില്ലുകളും അവരുടെ നോളജും അല്ലെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് കൊടുക്കുന്നുണ്ട്? ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് റെക്കോർഡുകൾ നമ്മുടെ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ആവശ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ അല്ലെ? എന്താണ്? നമ്മുടെ സ്റ്റാഫുകളിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ എന്താണ് നമ്മുടെ രോഗികളിലേക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെ? ആണോ?
അപ്പൊ സ്റ്റാഫുകൾക്ക് എന്തെടുത്തിട്ടുണ്ടായിരിക്കണം? ഇമ്മ്യൂണൈസേഷൻ വാക്സിനുകൾ അല്ലെ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആന്റിബയോട്ടിക്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡുകൾ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി വേണം. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അതായത് നിയമാനുസൃതമായിട്ടുള്ള റെക്കോർഡുകൾ അല്ലെ. എന്താണ്? ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഹോസ്പിറ്റലിലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ റേഡിയേഷൻ ലൈസൻസ്, പിന്നെ ബ്ലഡ് ബാങ്ക് എടുത്തപ്പോ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് സർട്ടിഫിക്കറ്റുകളും നമ്മുടെ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ആവശ്യമാണ്. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. നമ്മുടെ ഹോസ്പിറ്റലില് ഇന്റേണൽ ഓഡിറ്റ്, നമുക്ക് 2 രീതിയിലുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റും ഉണ്ട്. കേട്ടിട്ടുണ്ടോ? അറിയാമായിരിക്കെങ്കിലും. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷം അവസാനം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു തവണ നടത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റില് നമ്മൾ എന്താണ്? ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സുകളും ഫിനാൻഷ്യൽ റെക്കോർഡുകളും മാത്രമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റില് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലാണ് നടത്തുന്നതെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ പെർഫോമൻസ് IT ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലെ പ്രോസസ്സുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ സിസ്റ്റംസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ ഓവറോൾ പെർഫോമൻസ് എല്ലാ പ്രക്രിയകളും ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നടത്തുന്നത്? എവിടെയെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ, ക്വാളിറ്റിയുടെ അഭാവമുണ്ടോ അല്ലെ, ഏതെങ്കിലും ഏരിയാസിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? വൈഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഇന്റേണൽ ഓഡിറ്റ് നടത്തിയതിന്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് ഇൻ എ ഇയർ അല്ലെ. നമ്മ എന്താണ് ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? അപ്പൊ എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ. ഓർമ്മയുണ്ടോ? നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ സർവീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രക്രിയകൾ തുടങ്ങുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്താൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ 2 എണ്ണം ഉണ്ടായിരിക്കണം. ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്റ്റുകൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ചെയ്തതിന്റെ റിപ്പോർട്ട് എന്തൊക്കെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്ന റെക്കോർഡ് നമ്മുടെ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ആവശ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള അപകടങ്ങളും വരാം അല്ലെ. നിങ്ങൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ which consists of identification, reporting, reviewing and action on incidents. ഇപ്പൊ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലില് മരുന്നുകൾ കൊടുക്കുന്നത് മാറിപ്പോയിട്ടുണ്ട്, എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് മാറിപ്പോയി, അതല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വിതരണം ചെയ്തത് മാറിപ്പോയി, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് റോങ് സൈറ്റ് എക്സ്റേ റിപ്പോർട്ട് മാറിപ്പോയി അല്ലെ. അതല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഡോക്ടർ സർജറി ചെയ്ത സൈറ്റ് മാറിപ്പോയി അല്ലെ, അല്ലെങ്കിൽ റോങ് സർജറി നടത്തി. അപ്പൊ എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് തയ്യാറാക്കുകയും അത് അവലോകനം നടത്തണം അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അല്ലെ, അങ്ങനെയുള്ള റിവ്യൂവിംഗ് നടത്തുകയും കൂടാതെ ആ ഒരു ഇൻസിഡന്റ് നമ്മൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതും ഉള്ള റിപ്പോർട്ട് നമ്മൾ നമ്മുടെ നാബിന്റെ സർട്ടിഫിക്കേഷന് വേണ്ടി ആവശ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഇൻസിഡന്റിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്?
ദിസ് കൺസിസ്റ്റ് ഓഫ് നിയർ മിസ് പറഞ്ഞു അല്ലെ, മിസ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് സെന്റിനൽ ഇവന്റ്സുകൾ. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങൾ. ആ ഒരു സംഭവത്തോട് കൂടി ചിലപ്പോൾ ആ ഒരു പേഷ്യന്റിന്റെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന കാര്യങ്ങളൊക്കെയാണ് സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റോങ് സർജറി, റോങ് സൈറ്റിൽ ചെയ്യുക, റോങ് പേഷ്യന്റിൽ ചെയ്യുക അല്ലെ. അപ്പൊ അതെന്താണ്, നമ്മുടെ പേഷ്യന്റിന് ചിലപ്പോ ഫിസിക്കലി ആയിട്ട് മെന്റലി ആയിട്ട് എഫക്ട് ചെയ്യില്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ എബ്രഹാം ഓസ്ലർ മൂവി കണ്ടിട്ടുണ്ടോ? അതിൽ ആ ഒരു തൊണ്ടയുടെ അവിടെ ഒരു സർജറി ചെയ്തത്, പിന്നെ ആൾക്ക് സംസാരശേഷി നഷ്ടപ്പെടുകയാണ് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, ആളെ മാനസികമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവന്റുകൾ, സെന്റിനൽ ഇവന്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സെന്റിനൽ ഇവന്റ്സ് അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലെ, ഇവന്റ്സുകൾ എന്താണ്, മരുന്നൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള അഡ്വേഴ്സ് ഇവന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനെയുള്ള ഇൻസിഡന്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണനിലവാര സൂചകങ്ങൾ എന്ന് പറയും. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. ഓരോ സെക്ഷനിലെയും ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതിനുള്ള സൂചകങ്ങളാണ് അല്ലെ നമ്മളിപ്പോ പറഞ്ഞത്. ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തോരം ക്വാളിറ്റി ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എന്താണ് ഗുണനിലവാര സൂചകങ്ങളെ നമ്മൾ എന്തുകൂടി പറയുന്നുണ്ട്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് കൂടി പറയുന്നു. ക്വാളിറ്റി റെഫേഴ്സ് ടു ദി ഡിഗ്രി ഓഫ് അദറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള, എന്താണ്, പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ള അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെയും സ്റ്റാൻഡേർഡുകളെയുമാണ് നമ്മൾ എന്ത് പാലിക്കുന്നതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മ പറഞ്ഞു ഒരു ഡ്രസ്സ് എടുത്തപ്പോ അതിന്റെ ക്വാളിറ്റി അല്ലെ, അപ്പൊ നമ്മ അത് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ് അല്ലെ. ആ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ നല്ലതായിരിക്കണം, സ്റ്റിച്ചിങ് നല്ലതായിരിക്കണം, കളറ് പോകാൻ പാടില്ല, ലോങ് ലാസ്റ്റ് ചെയ്യണം അല്ലെ. അത് നമ്മ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയ അല്ലേ അത്. അപ്പൊ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളെയും സ്റ്റാൻഡേർഡുകളെയുമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് ഫങ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആ ഒരു പീരീഡ് ഓഫ് ടൈമിലെ അവിടുത്തെ ആ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രക്രിയ എത്രത്തോളം നല്ല രീതിയിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു അല്ലെ, പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, സൂചകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ആ ഒരു ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം, ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെ, ആ പീരീഡ് ഓഫ് ടൈമിലെ ആ ഒരു ഫങ്ഷൻ, ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ പ്രക്രിയകൾ എത്രമാത്രം നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ അല്ലെ, പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് മെഷർ ചെയ്യുന്ന, അളക്കുന്നതിനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്, സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ വിവിധ വകുപ്പുകളിലെ എന്താണ് നിലവാര സൂചകങ്ങൾ അല്ലെ. KPD എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഡ്രൈവ്. നമ്മുടെ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ അളക്കുന്ന കീ പെർഫോമൻസ് ഡ്രൈവുകൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. കീ പെർഫോമൻസ് ഡ്രൈവ് കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. KPD കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് വെച്ചാൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവരെടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, KPD
അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഒരു നല്ല പെർഫോമൻസ് ഇപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഫാർമസിയില് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില് അവിടുത്തെ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ അവർ എടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്, KPD-യുടെ അല്ലെ കീ പെർഫോമൻസ് ഡ്രൈവിലെ വിവിധ ആശുപത്രി ഡിപ്പാർട്ട്മെന്റുകളിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ 32 ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ? ആണോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതാണ് നോക്കണ്ടേ? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏതാണ്, ഇൻഫെക്ഷൻ കൺട്രോളുമായി വരുന്നത് ഏതാണ് അല്ലെ? അതാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. അപ്പൊ നോക്കിയേ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അസസ് ചെയ്യുന്നത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ് അല്ലെ. നമ്മുടെ ഇൻപേഷ്യൻസിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു IP പേഷ്യൻസിന് അവരെ ഇനീഷ്യൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് അല്ലെ, പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം. മിസ് ഇനി പറയണോ? അവരെ BP, ടെമ്പറേച്ചർ അല്ലെ, അവരെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഇസ് ഡോക്യുമെന്റഡ് അല്ലെ. എന്താണ്, നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് തരുന്ന നഴ്സുമാരുടെ പരിചരണങ്ങള് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? ഉണ്ട് അല്ലെ. നമുക്ക് ബില്ലൊക്കെ വരുന്ന സമയത്ത് നഴ്സിംഗ് കെയർ ചാർജ് ഒന്നും പറഞ്ഞൊക്കെ നമുക്ക് തരാറില്ലേ, പേയ്മെന്റ് തരാറില്ലേ, ഇത്ര രൂപ അല്ലെ. അപ്പൊ ആ ഒരു നഴ്സിംഗ് കെയർ റിപ്പോർട്ട് ചെയ്യാത്ത, ഡോക്യുമെന്റ് ചെയ്യാത്ത എത്ര പേഷ്യന്റ് കേസസ് ഉണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? ആ ഒരു നഴ്സിംഗ് കെയർ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്താത്ത എത്ര ഡോക്യുമെന്റേഷൻ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ അല്ലെ. എന്താണ്, മരുന്നുകൾ മാറിക്കൊടുക്കുക, മെഡിക്കേഷൻ എറർ സംഭവിക്കുന്ന എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ സെന്റിനൽ ഇവന്റ്സ് പറഞ്ഞു അല്ലെ. അപ്പൊ നെക്സ്റ്റ് സെന്റിനൽ ഇവന്റ്സ് ആണ് കേട്ടോ. നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്, ഗ്യാതേർഡ് ആൻഡ് എക്സാമിൻഡ് വിത്ത് ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. അതായത് എന്താണ്, ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ മിസ് പറഞ്ഞു 6 മാസം ആവാം, 1 വർഷം ആവാം, അല്ലെങ്കിൽ 1 മാസം ആവാം അല്ലെ. ആ ഒരു ഡിഫൈൻഡ് ടൈം ഫ്രെയിമിന്റെ ഉള്ളില് എത്ര സെന്റിനൽ ഇവന്റ്സുകൾ ആ ഒരു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് അവർ ഇവാലുവേറ്റ്, എക്സാമിൻ ചെയ്യുകയും ചെയ്യുന്നു അല്ലെ, പരിശോധിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് സെന്റിനൽ ഇവന്റ്സ് എന്താണെന്നാണ് കേട്ടോ. A sentinel event is defined as any unanticipated event in healthcare settings that result in death or serious physical or psychological injury to a patient or patients. എന്താണ് ഒരു സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്? ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ എന്താണ്, അവർ പ്രതീക്ഷിക്കാതെ അല്ലെ, അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ്, അതായത് പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരു സംഭവത്തെയാണ്. ആ ഒരു സംഭവത്തിന്റെ റിസൾട്ടിന്റെ ഫലമായിട്ട് എന്താണ്, ചിലപ്പോൾ ആ രോഗിക്ക് മരണം സംഭവിക്കാം, അതല്ലെങ്കിൽ ആ ഒരു രോഗിക്ക് ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി, ശാരീരികമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടോ എന്താണ് ഇഞ്ചുറീസ് വരാൻ സാധ്യതയുള്ള ഇവന്റുകളെയാണ് എന്ത് പറയുന്നത്, സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്, അൺഎക്സ്പെക്ടഡ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോസ് ഓഫ് പേഷ്യന്റ് ഇൽനെസ്. ആ പേഷ്യന്റിന് സ്വാഭാവികമായിട്ടുള്ള അസുഖത്തിന്റെ നമുക്ക് ഇതിൽ കൂട്ടാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായിരിക്കാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അത് സെന്റിനൽ ഇവന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ?
ആ രോഗിക്ക് വന്നിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അസുഖത്തെ സംബന്ധിച്ചാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അത് സെന്റിനൽ ഇവന്റ് ആണ്? ഇല്ല അല്ലെ? എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ അനാസ്ഥ കൊണ്ടെന്ന് പറയാം അല്ലെ? എന്തെങ്കിലും ഇവന്റുകൾ, മെഡിക്കേഷൻ എറർ കൊടുത്തിട്ട് പേഷ്യൻസിന്റെ കണ്ടീഷൻ മോശമാവാം, അല്ലെങ്കിൽ റോങ് സൈറ്റിൽ സർജറി ചെയ്യാം, അല്ലെങ്കിൽ സർജറി ചെയ്ത പേഷ്യന്റ് മാറിപ്പോവാ അല്ലെ? അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയാം അല്ലെ? എക്സാമ്പിൾ പറയാമോ നിങ്ങൾക്ക്? നിങ്ങളുടേതായ ഒരു എക്സാമ്പിൾ പറയാമോ? ഇല്ല, ആർക്കും ഇല്ല എക്സാമ്പിള്. സെന്റിനൽ ഇവന്റ്സ് മനസ്സിലായോ? മിസ് ഒരു എക്സാമ്പിളും പറഞ്ഞു, ആ ഒരു മൂവിയുടെ ഒരു എക്സാമ്പിളും പറഞ്ഞു. ആർക്കും ഇല്ല. സെന്റിനൽ ഇവന്റ് മനസ്സിലായോ? ആ ഒരു ഹോസ്പിറ്റലിൽ നടത്തുന്ന എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കെയർസിന്റെ ഭാഗമായിട്ടോ നമ്മുടെ പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. എന്താണ്? ഫിസിക്കലി ആയിട്ടോ അല്ലെങ്കിൽ സൈക്കോളജി ആയിട്ടുള്ള ഇഞ്ചുറീസോ അതല്ലെങ്കിൽ എന്താണ് അവർക്ക് മരണം തന്നെ സംഭവിക്കുന്ന കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയട്ടെ മിസ്. Percentage of near misses. Near miss might have happened but not happened അല്ലെ? എന്താണ്? തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്ന് പറയാം അല്ലെ? എന്താണ്? സംഭവിച്ചു, സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയർ മിസ് അല്ലെ? മൈറ്റ് ഹാവ് ബട്ട് നോട്ട് ഹാപ്പൻഡ്. സംഭവിച്ചു, സംഭവിച്ചില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ മിസ് അന്ന് എക്സാമ്പിൾ പറഞ്ഞു അല്ലെ? എന്താണ്? ഡോക്ടർ മരുന്ന് എഴുതിയത് നമ്മുടെ സ്റ്റോറിൽ എടുക്കുന്ന അല്ലെ, ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നിൽക്കുന്ന ഫാർമസിസ്റ്റ് എടുത്തു വെച്ചു. അതിനുശേഷം എന്താണ്? മരുന്നുകള് നമ്മുടെ പേഷ്യന്റിന് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? ക്രോസ് വെരിഫിക്കേഷൻ നടത്താറുണ്ട് അല്ലെ? ആ ക്രോസ് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്താണ്? മരുന്നുകൾ മാറിപ്പോയിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചോ? പേഷ്യന്റിന് മരുന്ന് മാറിക്കൊടുത്തോ? ഇല്ല അല്ലേ? പേഷ്യന്റിന് മരുന്ന് മാറിക്കൊടുത്തോ? ഇല്ല അല്ലേ? പക്ഷെ നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയില്ല. പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? നമ്മുടെ പേഷ്യന്റിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നിയർ മിസ്സസ്, സംഭവിച്ചു, സംഭവിച്ചില്ല എന്നുള്ള കേസുകളെയാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ പേഷ്യന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെന്ത് ചെയ്യും? കംപ്ലൈന്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലെ? ഹോസ്പിറ്റലിനെതിരെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര പെർസെന്റേജ് നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച് അല്ലെ? നമ്മുടെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഹാൻഡ് ഓവേഴ്സ് നടക്കാത്ത എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അപ്ലിക്കബിൾ ടു ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ്. എന്താണ്? നഴ്സുമാരുടെ ഇടയിലും ഡോക്ടേഴ്സിന്റെ ഇടയിൽ അല്ലെ? പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. ഓരോ പേഷ്യന്റിനെയും ഓരോ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവരെ വിവരങ്ങളെ ഹാൻഡ് ഓവേഴ്സ് ചെയ്യണം അല്ലെ? അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഹാൻഡ് ഓവേഴ്സ് ചെയ്യണം. ആ പേഷ്യന്റിന് ഇതുവരെ കൊടുത്തിരിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ഇനി അവർ കൊടുക്കാനുള്ള മരുന്ന് എന്താണ്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കൈമാറണ്ടേ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ? അപ്പൊ അത് ശരിയായ രീതിയിൽ അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യപ്പെടാത്ത കേസുകൾ എത്ര എണ്ണമുണ്ട്? അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറർ അല്ലെ? എന്താണ്? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എറേഴ്സ് എത്ര കേസുകൾ, അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എന്താണ്? അങ്ങനെ പേഷ്യന്റ് മാറി റോങ് സർജറി നടത്തുക, അല്ലെങ്കിൽ മെഡിക്കേഷൻ എറർ സംഭവിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉചിതമല്ലാത്ത മരുന്നുകൾ കൊടുക്കുക അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ എറേഴ്സ് എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അതേഴ്സ്
adherence to hand hygiene practice അല്ലെ? എന്താണ് നമ്മുടെ ഹാൻഡ് ഹൈജീൻ ഇല്ലാത്തത് കൊണ്ട്, നടപ്പിലാക്കാത്തത് കൊണ്ട്, പാലിക്കാത്തത് കൊണ്ട് എത്ര ഇൻഫെക്ഷൻസ് അല്ലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നമ്മ പഠിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പും ശേഷവും ഹാൻഡ് ഹൈജീൻ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? കൈകൾ കഴുകണം, ഹാൻഡ് റബ്ബുകൾ യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് നടപ്പിലാക്കാതെ എത്ര കേസുകൾ ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. നമ്മുടെ വാർഡിലും ICUലും നഴ്സിന്റെയും പേഷ്യന്റിന്റെയും റേഷ്യോയിലും വ്യത്യാസങ്ങൾ സംഭവിക്കാം അല്ലെ? ICUല് അങ്ങനെയാണ് 1:1 or 1:2 ആണ് അല്ലെ നഴ്സും പേഷ്യന്റ് റേഷ്യോ. അതേപോലെ വാർഡിലുണ്ട് നേഴ്സും പേഷ്യന്റ് റേഷ്യോ, അതിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? വാർഡിൽ 1:4 or 1:5 ആണ് കേട്ടോ. അപ്പൊ അതില് അപ്പൊ ഒരു 10 പേഷ്യന്റിന് ഒരു നേഴ്സിനെ നിർത്താൻ പറ്റുമോ നമുക്ക് വാർഡിലൊക്കെ? നിർത്താൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റേഷ്യോയില് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര കേസുകൾ വന്നിട്ടുണ്ട്? ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ. അത് ഇൻഫെക്ഷൻ കൺട്രോളിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് അസസ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് IPD-യില്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ. എന്താണ് നമ്മുടെ ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ സമ്പർക്കം പുലർത്തി എത്ര ഇൻസിഡന്റുകൾ അല്ലെ, എത്ര ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് OPD. അതന്നെ നെക്സ്റ്റ് പറയുന്നത് OPD അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ. നമ്മുടെ ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ സമ്പർക്കം പുലർത്തി എത്ര ഇൻസിഡന്റുകൾ, എത്ര ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് IPD-യില് ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ? എന്താണ് നമ്മുടെ നീഡിലുമായി ബന്ധപ്പെട്ട് അല്ലെ, സിറിഞ്ച് സൂചിയുമായി ബന്ധപ്പെട്ട് എത്ര ഇഞ്ചുറീസ്, പരിക്കുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? നമുക്ക് എന്താണ് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കയറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് മറ്റ് ട്രിപ്പ് ഇടുന്നതിന് വേണ്ടിയൊക്കെ നീഡിൽ എടുക്കുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കേസുകളിൽ സംഭവിക്കുന്നുണ്ട്? നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു നേഴ്സാണ് നമുക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തരുന്നതെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്നതെങ്കിലാ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകളാണെങ്കിലാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ സംഭവിക്കപ്പ? എന്താ സംഭവിക്ക? ചിലപ്പോ നമുക്ക് മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ശരിയായ വെയിനിലേക്കല്ലാതെ ഇഞ്ചക്ഷൻ വെയിൻ ബൾജ് ചെയ്യാറുണ്ട് അല്ലെ? അതല്ലെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ തവണ കുത്താൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റി നമ്മുടെ ഹോസ്പിറ്റൽ അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത് IPD-യില്. നെക്സ്റ്റ് OPD-യിലും പറയുന്നുണ്ട് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ? നമ്മുടെ നീഡിലുമായി ബന്ധപ്പെട്ട് ഇഞ്ചുറീസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോ? നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് അല്ലെ? എന്താണ് നമ്മുടെ പേഷ്യന്റിന് വീഴ്ചകൾ സംഭവിക്കുക, എന്തെങ്കിലും എക്യുപ്മെന്റുകളിൽ തട്ടി വീഴ, അല്ലെങ്കിൽ ഗ്യാസ് അല്ലെ, സെൻട്രലൈസ്ഡ് സിലിണ്ടേഴ്സ്, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അല്ലെങ്കിൽ ബാത്റൂമിൽ തെന്നി വീഴ അല്ലെ? അപ്പൊ അങ്ങനെയെങ്കിലും ഫോൾസുകള്
നമ്മുടെ പേഷ്യന്റിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര എണ്ണം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസർ ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു ബെഡ് സോർ അല്ലെങ്കിൽ അൾസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര കേസുകൾ അല്ലെ? മിസ് പറഞ്ഞോ അൾസർ ബെഡ് സോർ എന്താണെന്ന് പറഞ്ഞല്ലോ. നമ്മ കുറച്ച് ദിവസം എന്താണ് ബെഡിൽ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? സ്കിന്ന് പൊട്ടും, ചിലപ്പോ അവിടെ ഇങ്ങനെ കൊമള പോലെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ബെഡ് സോറുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതിൽ പറയുന്നത് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്, 1000 പേഷ്യന്റ് ഡേയ്സിൽ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റിൽ എന്താണ്, നമ്മുടെ യൂറിനറി ട്രാക്ട് കത്തീറ്റേഴ്സ് ഒക്കെ ഇടുന്ന ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എത്ര ഇൻഫെക്ഷന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ? നമ്മുടെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ? നേരിട്ട് നമ്മുടെ വെയിനിലേക്ക് ബ്ലഡ് കയറ്റുക, അല്ലെങ്കിൽ നമ്മുടെ നിന്ന് ബ്ലഡ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിലേക്ക് വെയിനിലേക്ക് നേരിട്ട് മെഡിക്കേഷൻസ് ഒക്കെ കയറ്റുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ? നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നടത്തിയ സർജറിയുടെ ഭാഗമായിട്ട് ആ ഒരു സർജറി ചെയ്ത സ്ഥലത്ത് എത്ര പേർക്ക് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? മിസ് ഇതൊക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞത് കാരണമാണ് കേട്ടോ വീണ്ടും വീണ്ടും ഒരുപാട് എക്സ്പ്ലെയിൻ വരാത്തത്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയല്ലേ? മിസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എടുത്തപ്പോ മിസ് പറഞ്ഞാണ് ഒരു തവണ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ അല്ലേ? ഇൻഫെക്ഷൻ കൺട്രോൾ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ICU ഓർ എമർജൻസി. നമ്മുടെ ICUല് ഇന്റൻസീവ് കെയർ യൂണിറ്റില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? അപ്പൊ ഈ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അസസ് ചെയ്യുന്നത് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ICU അല്ലെങ്കിൽ എമർജൻസി നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത്. ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യൻസ് അല്ലെ? നമ്മുടെ എമർജൻസി പേഷ്യന്റിന് ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തു അല്ലെ? നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മ ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുക്കാൻ പാടുണ്ടോ? അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കെയർ എത്രയും പെട്ടെന്ന് കൊടുക്കണം അല്ലെ? നൽകണം. അപ്പം നമ്മ വൈകിക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റാം? ചിലപ്പോ അവർക്ക് മരണം തന്നെ സംഭവിക്കാം അല്ലെ? ആ ഒരു ട്രീറ്റ്മെന്റ് വൈകിക്കുന്നതിനനുസരിച്ച്. അപ്പൊ ആ ഒരു എമർജൻസി പേഷ്യൻസില് പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം എടുത്തു? നെക്സ്റ്റ് പറയും ഡെത്ത് സംഭവിക്കാം അല്ലെ? റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. മിസ് പറഞ്ഞു അല്ലെ കഴിഞ്ഞ ദിവസം. എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ അബ്ഡോമിൻ പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ ആയിട്ടൊക്കെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവർ സ്റ്റേബിൾ ആയി അവരെ പറഞ്ഞയച്ചതിന് ശേഷം 72 മണിക്കൂർ എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് 3 ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സിമിലർ പ്രോബ്ലം ആയിട്ട് തന്നെ അവരെ വീണ്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര കേസുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? മിസ് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നു. മിസ്സിന്റെ മോന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റീ ഇൻറ്റുബേഷൻ റേറ്റ് ഇല്ലേ? റീ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, പുനഃസ്ഥാപിക്കൽ. അതായത് അത് നോക്കാം നമുക്ക്. റീ ഇൻറ്റുബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general anesthesia, general and regional anesthesia അല്ലെ? നിങ്ങൾ അനസ്തേഷ്യ ഒരു സെക്ഷൻ പഠിച്ചപ്പോ പഠിച്ചു അല്ലെ? 3 തരത്തിലുള്ള അനസ്തേഷ്യ ഉണ്ട് അല്ലെ? ജനറൽ അനസ്തേഷ്യ ഉണ്ട്, കമ്പൈൻഡ് ജനറൽ അനസ്തേഷ്യ ഉണ്ട്, റീജിയണൽ അനസ്തേഷ്യ ഉണ്ട് അല്ലെ? ആണോ? അപ്പൊ
ഇതിൽ ഏതെങ്കിലും ലോക്കൽ അനസ്തേഷ്യ അല്ലെ, ഇതിൽ ഏതെങ്കിലും ഒരു അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ആ ഒരു പേഷ്യന്റിനെ ബ്രീത്തിങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ ശ്വാസനാളത്തിലേക്ക് നേരിട്ട് ട്യൂബിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവരെ ശ്വസിക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട് അല്ലെ. ഇൻറ്റുബേഷൻ കൊടുക്കാറുണ്ട് അല്ലെ. ആ ഒരു ഇൻറ്റുബേഷൻ കൊടുത്ത് എന്താണ് അവരുടെ ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയി അതിനുശേഷം അവരെ ആ ഒരു ട്യൂബ് എടുത്തതിന് ശേഷം എക്സ്റ്റുബേഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും അവരുടെ സിറ്റുവേഷൻ വഷളായിട്ട് അവർക്ക് വീണ്ടും ഇങ്ങനെ ഒരു ഇൻറ്റുബേഷൻ കൊടുക്കേണ്ടി വരുന്ന എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്? ഓക്കെ ആണോ? ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ കമ്പൈൻഡ് ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് അവരെ ശ്വസിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി അവരെ ട്രക്കിയയിലേക്ക് നമ്മൾ ട്യൂബ് ഇട്ടതിന് ശേഷം അല്ലെ, ശ്വസിക്കാനായിട്ട് ട്യൂബ് ഇട്ടതിന് ശേഷം ആ ഒരു ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയി അവര് നോർമൽ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ട്യൂബ് റിമൂവ് ചെയ്യും അല്ലെ, എക്സ്റ്റുബേഷൻ ചെയ്യും. ആ ഒരു എക്സ്റ്റുബേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും അവർക്ക് ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് വീണ്ടും ഇൻറ്റുബേഷൻ ചെയ്യുന്ന കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. ഫസ്റ്റ് പറയുന്നത് പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. നമ്മുടെ അനസ്തേഷ്യ പ്ലാനിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. ഇപ്പൊ നമുക്ക് സർജറിക്ക് മുമ്പ് ഡോക്ടർ എന്താണ് ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പറഞ്ഞു തരാറുണ്ട് അല്ലെ, എന്താണ് ചെയ്യുന്നത് അല്ലെ, ഇന്ന തരത്തിലുള്ള അനസ്തേഷ്യ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നതെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ചിലപ്പോ റീജിയണൽ അനസ്തേഷ്യ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നതെന്നൊരു ആദ്യം തന്നെ പറയാറുണ്ടോ ഡോക്ടർ? പറയാറുണ്ടോ? റീജിയണൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് നമ്മ ആ ഒരു സർജറി ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പക്ഷെ അതൊക്കെ നമ്മ ആദ്യം തന്നെ പറഞ്ഞ് ഓക്കെ ആക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു സർജറിയുടെ സമയത്ത് ആ ഒരു അനസ്തേഷ്യ പ്ലാനിൽ വ്യത്യാസം കൊണ്ടുവരാം അല്ലെ. റീജിയണൽ അനസ്തേഷ്യ ആണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ സർജറിയുടെ സമയത്ത് പറയാണ് റീജിയണൽ അനസ്തേഷ്യ കൊടുത്താൽ പറ്റില്ല, ജനറൽ അനസ്തേഷ്യ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് എത്ര ഓപ്പറേഷൻസിൽ വന്നിട്ടുണ്ട്? ഓക്കെ ആണോ? ചിലപ്പോ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് എത്ര കേസുകളിൽ വരുത്തിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ അല്ലെ. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് ഒരു പേഷ്യന്റിനെ നമ്മ പ്രതീക്ഷിക്കാതെ അൺപ്ലാനഡ് ആയിട്ട് വെന്റിലേറ്റേഴ്സിൽ കിടത്തേണ്ട എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ അനസ്തേഷ്യയുടെ ആ ഒരു ഡോസ് എന്താണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ അനസ്തേഷ്യയുടെ ഡോസ് ഒക്കെ തീരുമാനിക്കുന്നത്. ആണോ? ആണോ? ആണ് അല്ലെ. അപ്പൊ ചിലപ്പോ അതിന്റെ ആ ഒരു ഡോസ് ഒരിത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഇഷ്യൂസ് വരാം അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് വരാം അല്ലെ. ചിലപ്പോ അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരാം അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ ആ ഒരു അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് ആ ഒരു പേഷ്യന്റിനെ നമ്മൾ പ്രതീക്ഷിക്കാതെ വെന്റിലേറ്ററിൽ കേൾത്തേണ്ടി വന്നിട്ടുള്ള എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള എത്ര ഇവന്റ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ചിലപ്പോ മരണം സംഭവിക്കാം അല്ലെങ്കിൽ അവർക്ക് ബോഡി പാരലൈസിസ് വരാം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവന്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നെക്സ്റ്റ് പറയുന്നത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എത്ര മരണം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്, പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. എന്താണ് ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ 2-3 ദിവസമൊക്കെ കിടത്തി നമ്മുടെ ആന്റിബയോട്ടിക്സുകളൊക്കെ തന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വിട്ടയക്കും അല്ലെ.
ആണോ? ഒരു 3 ദിവസോ 5 ദിവസമൊക്കെ കിടത്തി ചിലപ്പോ നമുക്ക് വീട്ടിൽ പോയതിനു ശേഷം ആ ഒരു ഭാഗത്ത് നമ്മുടെ സർജറി ചെയ്ത ഭാഗത്ത് അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബ്ലീഡിങ് വരിക, അങ്ങനെ വീണ്ടും നമുക്ക് അൺപ്ലാനഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ വീണ്ടും ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് എത്ര പേഷ്യന്റിനെ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്? ഓക്കെ ആണോ? നിങ്ങൾ ഈ ന്യൂസിലും ഇതിലൊക്കെ കാണാറുണ്ട് അല്ലെ, എന്താണ് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് കോട്ടൺ മറന്നു വെച്ചു, എന്താണ് സിസർ മറന്നു വെച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്താണ്? അങ്ങനെയൊക്കെ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് വരാം? ചിലപ്പോ പേഷ്യൻസിന് വീണ്ടും ഹെൽത്ത് ഇഷ്യൂസ് വരും അല്ലെ, വേദന വരാം, ചിലപ്പോ അവിടുന്ന് ബ്ലീഡ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് പ്രതീക്ഷിക്കുക പെയിൻ വരാം അല്ലെ, വീണ്ടും റിട്ടേൺ കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര കേസുകളില്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അല്ലെ, എന്താണ് നമുക്ക് സർജറി റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്ന കേസുകള് എത്ര എണ്ണം ഉണ്ടെന്ന്. എന്താണ് റീഷെഡ്യൂൾ ചെയ്യാൻ ഇപ്പൊ നമ്മളോട് ഡോക്ടർ പറയാറുണ്ട് അല്ലെ, ഇത്ര ദിവസത്തേക്ക് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വാ, അന്ന് നമുക്ക് സർജറി ചെയ്യാന്ന് പറയാറുണ്ട് അല്ലെ. ചില പേഷ്യന്റിന്റെ അടുത്ത് പിന്നെ വരുമ്പോ പറയും നെക്സ്റ്റ് വീക്ക് ഒരു വെനസ്ഡേ വന്നിട്ട് നമുക്ക് ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് സർജറി ചെയ്യാന്ന് പറയുന്നുണ്ട് അല്ലെ, ആണോ? അതുവരെയുള്ള മരുന്നുകളൊക്കെ എഴുതി കൊടുത്തു വിടും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് ആ ഒരു ദിവസം വരുന്ന സമയത്ത് ഒരു നെക്സ്റ്റ് വെനസ്ഡേ വരുമ്പോ പറയാ ഡോക്ടർ ഇല്ല, ഡോക്ടർ ലീവ് ആണ്, അല്ലെങ്കിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് ഡേ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റാറില്ലേ? അപ്പൊ അങ്ങനെ റീഷെഡ്യൂളിംഗ് ചെയ്യുന്ന എത്ര കേസുകൾ, എത്ര സർജറീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് where the organization procedure to avoid hostile events like wrong site, wrong patient and wrong surgery has been adhered to. എന്താണ് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ശത്രുതയുള്ള അല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റൈൽ ഇവന്റ്സുകൾ അല്ലെ, അൺഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ്സുകൾ എത്ര എണ്ണം അവിടെ നടന്നിട്ടുണ്ട്? എന്താണ് റോങ് സൈറ്റിൽ സർജറി ചെയ്യുക അല്ലെ, സർജറി ചെയ്യേണ്ട സൈറ്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ റോങ് പേഷ്യന്റ് അല്ലെ, പേഷ്യന്റ് മാറിപ്പോവുക, അല്ലെങ്കിൽ റോങ് സർജറി നടത്തുക, സർജറി മാറിപ്പോവുക. അപ്പൊ അങ്ങനെയുള്ള എത്ര സർജറീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. എന്താണ് നമ്മുടെ പേഷ്യൻസിന് സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അവർ ആ ഒരു സർജറി ചെയ്ത ഭാഗത്ത് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടി എന്ത് കൊടുക്കാറുണ്ട്? ആന്റിബയോട്ടിക്സുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ആന്റിബയോട്ടിക്സുകൾ നമുക്ക് തോന്നിയ പോലെയാണോ കൊടുക്കാറ്? അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട് അല്ലെ, 3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെ, ആണോ? ആണോ? ആണ് അല്ലെ. അപ്പൊ ആ ഒരു കറക്റ്റ് ടൈം ഫ്രെയിമിനുള്ളില് നമ്മുടെ പേഷ്യൻസിന് ഈ ഒരു ആന്റിബയോട്ടിക്സുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ടോ അത് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് കേസസ് വിച്ച് the planned surgery is altered intraoperatively. എന്താണ് നമ്മുടെ പേഷ്യന്റിന് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള സർജറീസ് എന്താണ് മാറ്റാ അല്ലെ, ഓൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി മാറ്റേണ്ടി വന്നിട്ടുള്ള എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലോറേഷൻ റേറ്റ്. എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് സൂക്ഷ്മ പരിശോധന നടത്തുക അല്ലെങ്കിൽ വീണ്ടും പരിശോധിക്കുക. ഇപ്പൊ എന്താണ് ഒരു പേഷ്യന്റിനെ സർജറി ഒക്കെ നടത്തി അവരെ വിട്ടയച്ചത്, അല്ലെങ്കിൽ അതിനുശേഷം ആ ഒരു പേഷ്യന്റിന് അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡ് ചെയ്യാം അല്ലെ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? അവർ വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നുണ്ട് ആ ഒരു സൈറ്റ്. ചിലപ്പോ വീണ്ടും സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ.
അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് OT യൂട്ടിലൈസേഷൻ റേറ്റിൽ എന്താണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ എത്രമാത്രം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത്, ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ലാബിലെ അല്ലെങ്കിൽ റേഡിയോളജി സ്കാനിങ് സെക്ഷനിലെ ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? അത് ആരാണ് നോക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് അസസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻ 1000 ടെസ്റ്റുകൾ നടത്തിയതിൽ എത്ര എറേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താണോ, ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് മാറിപ്പോവാ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ടെസ്റ്റ് മാറിപ്പോവാ അല്ലെ? അപ്പൊ അങ്ങനെ എത്ര എറേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് റേറ്റ് ഓഫ് റീഡസ്. എന്താണ്, നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരാം അല്ലെ? ഒരു ടെസ്റ്റ് നടത്തി അത് പക്ഷെ എന്താണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് ഒക്കെ കിട്ടാതെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വന്നിട്ടുള്ള എത്ര ടെസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്? ഓക്കെ ആണോ? നമുക്കറിയാം നമ്മുടെ ബ്ലഡിന്റെ ഒക്കെ കോട്ട് ചെയ്യുന്ന സമയമൊക്കെ നോക്കണമെങ്കിൽ ഒരു കറക്റ്റ് ടൈമിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ പരിശോധിക്കണം അല്ലെ? ബ്ലഡ് എടുത്ത് പെട്ടെന്ന് തന്നെ പരിശോധിക്കണം അല്ലെ? സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പരിശോധിക്കാറുണ്ട് അല്ലെ? ബ്ലഡ് നിൽക്കുന്നതിന് വേണ്ടി എത്ര സമയം എടുക്കും അല്ലെ? അപ്പൊ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ അത് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അല്ലെ? അതല്ലെങ്കിൽ എന്താണ്, സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ നമ്മ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ നല്ല നോർമൽ ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് റോങ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ ഒരു നമ്മൾ എടുത്ത ആ ഒരു സാമ്പിളിന്റെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുടെ ഫോൾട്ട് കൊണ്ടോ അല്ലെ, എന്താണ് നമ്മ ആ ഒരു ചെയ്ത ടെസ്റ്റ് വീണ്ടും എത്ര കേസുകളിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. എന്താണ്, നമ്മ ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആണോ? രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ആ ഒരു ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കിയ പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. നമ്മുടെ ആ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് കോറിലേറ്റ് ചെയ്യാത്ത അല്ലെ, ബന്ധപ്പെടാത്ത എത്ര ലാബ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മ ആ ഒരു റിപ്പോർട്ട് നോക്കിയിട്ട് നമുക്ക് ശരിയായ രീതിയിൽ ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കാതെ വരാം അല്ലെ, രോഗനിർണയം നടത്താൻ സാധിക്കാതെ വരുന്ന എത്ര റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അദറൻസ് ഓഫ് സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ് ഫെസിലിറ്റിയിൽ, അതായത് ലാബുകളിൽ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ത് ചെയ്യണം, സേഫ്റ്റി പ്രിക്കോഷൻസ് സ്വീകരിക്കണം അല്ലെ? PPE കിറ്റുകൾ ധരിക്കണം, ഗ്ലൗസുകൾ ധരിക്കണം. ആണോ? അത് പാലിക്കാത്ത എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സമ്പർക്കം പുലർത്തി എത്ര ഇൻഫെക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ, ഇൻഫെക്ഷൻസ് റേറ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഡയഗ്നോസിസ് ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളോട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിക്കാൻ പറയുന്നത് അല്ലെ. അപ്പൊ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് ശരിയായ രീതിയിൽ അവർ പാലിക്കാതെ എത്ര റിപ്പോർട്ടുകൾ അവിടെ, എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, കുറെ വീണ്ടും പറയുന്നത് അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഫാർമസിയിലെ
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോക്കി. ആരാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് വിലയിരുത്തുന്നത്. പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ, പ്രിസ്ക്രിപ്ഷനിൽ തെറ്റ് സംഭവിക്കാം, മരുന്ന് എഴുതിയത് മാറിപ്പോവാ, അല്ലെങ്കിൽ മരുന്നിന്റെ ആ ഒരു എന്താണ് യൂസ് ചെയ്യുന്ന അതിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് മാറിപ്പോവാ അല്ലെ. അപ്പൊ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ എറർ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? നെക്സ്റ്റ് ഡിസ്പെൻസിങ് എറർ അല്ലെ, വിതരണം ചെയ്യുന്നതില് മരുന്നുകള് രോഗികൾക്ക് വിതരണം ചെയ്യുന്ന സമയത്ത് എത്ര എണ്ണം എറേഴ്സ് തെറ്റുകൾ മരുന്ന് മാറിപ്പോകുക, അല്ലെങ്കിൽ റോങ് പേഷ്യന്റിന് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഡിസ്പെൻസിങ് എറർ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ, നമ്മുടെ ആ ഒരു മരുന്ന് കഴിച്ചത് കൊണ്ട് ചിലർക്ക് എന്താണ് ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും അലർജീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കാറുണ്ട് അല്ലെ, ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ അലർജി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ, ഒരു മുൻകൂട്ടി ആണോ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ്, അതല്ലെങ്കിൽ രണ്ട് മരുന്നുകൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് മരുന്നിലുള്ള കെമിക്കൽസ് ഒരുമിച്ച് പ്രതിപ്രവർത്തിച്ച് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ADR എന്ന് പറയുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. ADR അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ per 100 ഡിസ്ചാർജ് ദാറ്റ് ഇൻക്ലൂഡ് ലാമ, ദാമ, അബ്സ്കൻഡ് ആൻഡ് ഡെത്ത്സ് അല്ലെ. ഈ ഒരു ഡ്രഗ് റിയാക്ഷനിൽ നമ്മ 100 ഡിസ്ചാർജില് എത്ര പേർക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കാറുണ്ട്. ആ ഒരു 100 ഡിസ്ചാർജിൽ നമ്മ എങ്ങനെയുള്ള ഡിസ്ചാർജുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്? ലാമ കേസ് അല്ലെ, എന്താണ് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നോക്കാറുണ്ട്. ദാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് നോക്കാറുണ്ട്. അബ്സ്കൻഡ് അല്ലെ, എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറയാതെ ഒളിച്ചോടി പോവുക അല്ലെ, അബ്സ്കൻഡ് ചെയ്യുന്ന പേഷ്യൻസിന്റെ കാര്യം നോക്കുന്നുണ്ട്. നെക്സ്റ്റ് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ മരണം സംബന്ധിച്ച് നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ കാര്യം കൂടി ഈ ഒരു 100 ഡിസ്ചാർജിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോർമൽ റുട്ടീൻ ഡിസ്ചാർജ് മാത്രമല്ല നമ്മൾ അതിൽ നോക്കുന്നത്. ലാമ ഡിസ്ചാർജ് ഉണ്ട്, ദാമ ഡിസ്ചാർജ് ഉണ്ട്, അബ്സ്കൻഡ് ഉണ്ട്, എന്താണ് ഒളിച്ചോടിപ്പോയ പറയാതെ പോയ പേഷ്യൻസിന്റെ നോക്കുന്നുണ്ട്. മരണം സംഭവിച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത കേസുകളും ആ ഒരു 100 ഡിസ്ചാർജില് ഉൾപ്പെടുത്തുന്നുണ്ട്. അവര് നമ്മളിൽ നിന്നും ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലേ, അല്ലെങ്കിൽ മരണപ്പെട്ട ആളല്ലേ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയാതെ പോയ ആളല്ലേ എന്നൊന്നുമല്ല, എല്ലാ ഡിസ്ചാർജ് കേസുകളും നമ്മൾ ഈ ഒരു 100 ഡിസ്ചാർജിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ അല്ലെ. എന്താണ് നമ്മ അബ്രിവിയേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതില് എറേഴ്സ് സംഭവിക്കും. മിസ് ഇപ്പം നേരത്തെ മിസ് പറഞ്ഞ എന്താണ് പാരസെറ്റാമോൾ PCM എന്ന് എഴുതാറുണ്ട് അല്ലെ. സിക്ക് പകരം B എഴുതി കഴിഞ്ഞാൽ എന്താണ് അവിടെ തെറ്റാണോ? ചിലപ്പോ വേറെ മരുന്നായിരിക്കാം അല്ലെ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു എറർ പ്രോൺ അബ്രിവിയേഷൻസ് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് പേഷ്യന്റ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ. എന്താണ് നമ്മുടെ പേഷ്യൻസ് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഡ്രഗ് ഇവന്റ്സുകൾ എത്ര പേഷ്യന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നമുക്ക് കീമോതെറാപ്പി ഒക്കെ ചെയ്യില്ലേ പേഷ്യന്റില്, ക്യാൻസർ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു പേഷ്യന്റിന് ഒരുപാട് വീക്കാണ്, ഹെൽത്ത് വീക്കാണ്, അല്ലെങ്കിൽ അവർക്ക് ഏജ് ആയിട്ടുണ്ട് എന്നൊക്കെയല്ലേ, അവർക്ക് നമുക്ക് കീമോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അവർക്ക് ഓറൽ കീമോ ഡ്രഗുകൾ നൽകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഷിവറിങ് വരാം, അല്ലെങ്കിൽ അവര് വൊമിറ്റിങ് ചെയ്യാം. അപ്പൊ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ ഡോസ് ഉള്ള അല്ലെ റിസ്ക് മെഡിക്കേഷൻസ് ഒക്കെ പേഷ്യൻസിന് നൽകുന്ന സമയത്ത് എത്ര പേഷ്യൻസിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആണോ? നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. നമ്മൾ ലോക്കൽ പർച്ചേസിലൂടെ അല്ലെ പ്രാഥമിക
വാങ്ങലിലൂടെ പർച്ചേസിങ്ങിലൂടെ നമ്മ വാങ്ങിച്ച മരുന്നുകൾ അത് എത്ര എണ്ണം നമ്മ ഉപഭോഗം ചെയ്തിട്ടുണ്ട് അല്ലെ, യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിങ് എമർജൻസി ഡ്രഗ്സ്. എന്താണ് നമ്മുടെ എമർജൻസി ഡ്രഗ്സുകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന എത്ര സമയം അല്ലെ, എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡ്രഗ്സുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആകാൻ പാടുണ്ടോ? അത് പെർട്ടിക്കുലർ എമൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യണം അല്ലേ, ആണോ? അപ്പൊ ആ ഒരു എമർജൻസി ഡ്രഗുകൾ അല്ലെങ്കിൽ മറ്റു മെഡിസിനുകൾ എത്ര സമയം അല്ലെ, എത്ര ടൈം സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് കൺസ്യൂമബിൾ റെഫ്യൂസ്ഡ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN, ഗുഡ് റെസിപ്റ്റ് നോട്ട്. ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഇസ് എ ഡോക്യുമെന്റ് that confirms the delivery of goods from a supplier to a customer. നമ്മൊരു സപ്ലയറിൽ നിന്ന് ആ ഒരു കസ്റ്റമർ, ഇപ്പൊ എന്താണ് നമ്മ പല സപ്ലയേഴ്സിൽ നിന്നാണ് അല്ലെ മരുന്നുകൾ വാങ്ങുന്നത് ഫാർമസിയില്. അപ്പൊ അങ്ങനെ നമ്മ ആ ഒരു മരുന്നുകള് സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിയതിനു ശേഷം നമ്മ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. നമ്മ വാങ്ങിച്ച അല്ലെ മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റ്. അപ്പൊ അങ്ങനെ നമ്മ ഗുഡ് റെസിപ്റ്റ് നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്താണ് ആ മരുന്നുകളുടെ ക്വാളിറ്റിയുടെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും പേഷ്യന്റിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടോ അത് നമ്മൾ നിരസിക്കേണ്ടി വരുന്ന എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെയാണോ? ഓക്കെയാണോ? അതായത് നമ്മ ഒരു സപ്ലയറിൽ നിന്ന് മരുന്ന് വാങ്ങി സ്വീകരിച്ചു, നമ്മുടെ ഫാർമസിയിൽ ഓർഡർ കൊടുത്തിട്ട് സ്വീകരിച്ചു, അത് നമ്മൾക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം അതിന്റെ ക്വാളിറ്റിയുടെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു മരുന്ന് ഏതെങ്കിലും പേഷ്യൻസിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ നമ്മ അത് റിട്ടേൺ ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ നിരസിക്കേണ്ടി വരുന്ന എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം പ്രൊക്വയർമെന്റ് പ്രോസസ് അല്ലെ, എന്താണ് നമ്മുടെ സംഭരണ പ്രക്രിയയില് എത്ര വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ, അത് സ്റ്റോറേജ് ചെയ്യുന്നതിനും മെത്തേഡുകൾ ഉണ്ട് അല്ലെ. നർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട്, ജനറൽ ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ, ആണോ? അപ്പൊ ആ ഒരു സംഭരണ പ്രക്രിയയിൽ എത്ര വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെയാണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെയാണോ? മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഗുഡ് റെസിപ്റ്റ് നോട്ട് ആണ് GRN എന്ന് പറയുന്നത്. ഗുഡ് റെസിപ്റ്റ്